അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും സ്വാലിഹായ ഒരു അമലാക്കി തരട്ടെ. സ്വാലിഹായത് പറയാനും കേൾക്കാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐക്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നറിയോ? ഏറ്റവും നല്ല ഒരു നന്മയായി പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ടു പേർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിനിക്ക് വളരെയേറെ മഹത്വമാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടു പേർക്കിടയിലുള്ള മസ്ലഹത്ത് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ പുണ്യം, അതൊരു നല്ല കാര്യമായി, ഒരു നന്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തു ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചാൽ ഒരുപാട് ആയത്തുകൾ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യണം എന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമായിട്ട് അള്ളാഹു പറയുന്ന ഒരു ആയത്ത് നോക്കൂ നിങ്ങൾ. വസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. ഈ ആയത്തിലൂടെ അള്ളാഹു എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? വസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. അന്ത്യനാൾ വരെയുള്ള ഓരോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളോടും ഖുർആൻ പറയാൻ, ഖുർആൻ വായിക്കുന്ന, പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആശയം ഗൗരവത്തോടുകൂടെ തന്നെ കാണേണ്ടതാണ്. ഇത് കുന്തും അഅദാ, നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ, ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഒരു ഐക്യമിട്ട് തന്നു. അങ്ങനെ ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാനാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരന്മാരാവുകയും ചെയ്തു. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള
കാര്യം, നിങ്ങൾ ശത്രുക്കളായി മാറിയപ്പോൾ, നിങ്ങൾക്ക് ശത്രുതയുണ്ടായപ്പോൾ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല ഒരു ഐക്യമിട്ട് തന്നു, ഒരു യോജിപ്പിട്ട് തന്നു. നിങ്ങളുടെ മനസ്സുകൾ അല്ലാഹു ഇണക്കി, നിങ്ങളെ സുഹൃത്തുക്കളാക്കി, സഹോദരങ്ങളാക്കി. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ നബി തങ്ങൾ ചെയ്ത ഒരു കാര്യം, ആദ്യത്തെ ഒരു കാര്യം ഇതാണ്. ആ ജനങ്ങളെ ഇണക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. അവിടെയാണ് ഔസും ഹസ്റജും ഉണ്ടായത്. ഔസും ഹസ്റജും ഒരു കുടുംബമാണെങ്കിലും അന്നത്തെ ഒരു സാമ്രാജ്യം പോലെയായിരുന്നു അവർ. നൂറ്റാണ്ടുകളോളം അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അവർ യുദ്ധം ചെയ്യാനുള്ള കാരണം, അതിൻ്റെ തുടക്കം പറയുന്നത്, ഒരു കൂട്ടരുടെ ഒട്ടകം മറ്റവരുടെ പറമ്പിൽ നിന്ന് ഒരു ഇല കടിച്ചതിൻ്റെ പേരിലാണ് യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. ഇതാണ് കാരണം, നിസ്സാരമായൊരു കാരണം. ഈ കൂട്ടരെ അള്ളാഹിൻ്റെ റസൂൽ സുഹൃത്തുക്കളാക്കി. ഖുർആൻ പറയുന്നത് എത്ര സത്യമാണ്. ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു അവരെ സുഹൃത്തുക്കളാക്കി, സ്നേഹിതന്മാരാക്കി. ഇതാണ് ഒരു പരിഷ്കർത്താവ്, സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഇതാണ് ജനങ്ങളെ ഒന്നിപ്പിക്കുക, ജനങ്ങളെ ഐക്യപ്പെടുത്തുക. അനൈക്യം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഐക്യത്തിൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹദീസുകളിൽ ധാരാളമായിട്ട് ഇത് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെന്നാൽ മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നുണ്ട്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നടക്കും, എന്നിട്ട് സ്വഹാബിമാരുടെ നെഞ്ചുകളും ചുമലുകളും ഇങ്ങനെ നബിതങ്ങൾ തടയും. എന്തിനാ തടയുന്നത്? ഓരെ സ്വഫ് അണിയായി നിർത്താൻ, സ്വഫ് ശരിയാക്കാൻ വേണ്ടി പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. വയഖൂൽ റസൂലുള്ളാഹി പറയും, വയഖൂൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയും, ലാ തഖ്തലിഫൂ, നിങ്ങൾ ഭിന്നിക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ചാൽ, നിങ്ങൾ സ്വഫ് നിങ്ങൾ ഭിന്നിച്ചെന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിക്കും. ഭിന്നിക്കരുതേ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു വർത്തമാനം, ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഹൃദയം ഭിന്നിക്കാൻ പാടില്ല. കാനയക്കൂൽ കൊണ്ടും അവിടെ നിന്ന് പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫൽ അവൽ. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, അല്ലാഹുവും മലക്കുകളും തീർച്ചയായും സഫുകളെ ശരിപ്പെടുത്തുന്ന ആളുകളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവും മലക്കുകളും അവർ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെ മേൽ? സഫുകളിങ്ങനെ ഒപ്പിച്ച് നിൽക്കുന്ന ആളുകളുടെ മേൽ. അഥവാ സഫ്, ഒന്നാമത്തെ സഫ് വിടവൊന്നുമില്ലാതെ നിൽക്കുക, പിന്നെ അടുത്ത സഫ്, അങ്ങനെ സഫ് കൃത്യമായി അണിതെറ്റാതെ എല്ലാവരും മടമ്പൊപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. അതവരുടെ മനസ്സിൻ്റെ കൂടെ ഐക്യവും അവരുടെ ഐക്യത്തിൻ്റെ ഒരു ഭാഗവുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമാണ്. നിങ്ങൾ സ്വഫിനെ ശരിയാക്കാതെ നിന്നാൽ നിങ്ങളെ ഹൃദയം
ഭിന്നിച്ചു പോകും എന്നാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചത്. മാത്രമല്ല സൊഫ് ഇങ്ങനെ കുറച്ച് തെറ്റി നിന്നപ്പോൾ ഒരു സഹാബിയെ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ആ വടി കൊണ്ടൊന്നിങ്ങനെ തട്ടി എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നബി തങ്ങളോട് കിസാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സംഭവം ഹദീസിലുണ്ട്. അവർ കിസാസ് എടുക്കാനല്ല, മുത്തനബി തങ്ങളുടെ ശരീരം ഒന്ന് അണച്ചു കൂട്ടിപ്പിടിക്കാൻ, വസ്ത്രമില്ലാതെ നബി തങ്ങളുടെ ആ ശരീരം ഒന്ന് അണച്ചു കൂട്ടാനുള്ള, നബി തങ്ങളുടെ ശരീരത്തിലൊന്ന് ചുംബിക്കാനുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് പിന്നീട് അവർ പറയുന്നുണ്ട്. നോക്കി നിങ്ങൾ അതിൻ്റെ ആ ഒരു അവസരം. അപ്പോൾ സൊഫ് ശരിയാക്കി നിൽക്കുന്നതിന് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു കാരണം, നിങ്ങൾ സൊഫ് ശരിയായി സൊഫ് നിങ്ങൾ സമപ്പെടുത്തുക. കാരണം അത് നിങ്ങൾക്കിടയിലുള്ള ഐക്യമാണ്. സൊഫ് ശരിപ്പെടാതെ നിന്നാൽ നിങ്ങളെ ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകും എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഐക്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, സമൂഹത്തിന് അള്ളാഹു ഐക്യം നൽകട്ടെ. അള്ളാഹു എല്ലാ തരത്തിലുള്ള അനൈക്യത്തിൽ നിന്നും ഛിദ്രതയിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.